നമസ്കാരം. ധനകാര്യത്തിലേക്ക് സ്വാഗതം. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും മ്യൂച്വൽ ഫണ്ടുകളെ പണം നിക്ഷേപിക്കുവാനും വളർത്താനുമുള്ള ഒരു മാർഗമായിട്ടാണ് കാണുന്നത്. എന്നാൽ നിക്ഷേപിച്ച പണം തിരികെ എടുക്കാതെ തന്നെ അതിൽ നിന്ന് ഓരോ മാസവും ഒരു കൃത്യമായ തുക ശമ്പളം പോലെ അല്ലെങ്കിൽ പെൻഷൻ പോലെ കൈപ്പറ്റാൻ സാധിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിനെയാണ് SWP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് വിളിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ SWP എന്താണെന്നും അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാവുന്നതാണ്. നമുക്ക് രണ്ട് രീതിയിലാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, പൊതുവായി SWP എന്താണെന്നും വിശദീകരിക്കുന്നു. രണ്ടാമത്തതിൽ അതുപോലെ തന്നെ ലംസമായി നിക്ഷേപിച്ച് എങ്ങനെയാണ് SWP ഇത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിൽ നിന്നും നേട്ടം ഉണ്ടാക്കാമെന്നും ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നു. അടുത്ത വീഡിയോയിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴി എങ്ങനെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ നടപ്പിലാക്കാമെന്നും അതിൽ നിന്ന് എങ്ങനെ നേട്ടം ഉണ്ടാക്കാമെന്നും അതുപോലെ തന്നെ 1-2 സ്ട്രാറ്റജി ഏതെല്ലാം രീതിയിൽ നിക്ഷേപിച്ച് നമുക്കതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്നും നോക്കാവുന്നതാണ്. ആദ്യം എന്താണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് നോക്കാം. സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ അല്ലെങ്കിൽ SWP എന്നത് ലളിതമായി പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ച തുകയിൽ നിന്ന് കൃത്യമായ ഇടവേളകളിൽ എല്ലാ മാസവും ഒരു നിശ്ചിത തുക തിരികെ പിൻവലിക്കുന്ന രീതിയാണിത്. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. നിങ്ങൾ ഒരു തുക ലംസമായി ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നു എന്ന് കരുതുക. ആ തുകയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു തുക എല്ലാ മാസവും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാൻ സെറ്റ് ചെയ്യാം. ഇങ്ങനെ തുക പിൻവലിക്കുമ്പോൾ അത്രയും മൂല്യമുള്ള ഫണ്ട് യൂണിറ്റുകൾ വിൽക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് പെൻഷൻ പോലെ ഉപയോഗിക്കാൻ കഴിയും. വിരമിച്ച ആളുകൾക്കോ അല്ലെങ്കിൽ മാസ വരുമാനം ആഗ്രഹിക്കുന്നവർക്കോ ഏറ്റവും അനുയോജ്യമായ ഒന്നാണിത്. ബാങ്ക് സ്ഥിര നിക്ഷേപങ്ങളിലെ ഫിക്സഡ് ഡിപ്പോസിറ്റുകളിലെ പലിശ ലഭിക്കുന്നത് പോലെ ഇതിനെയും കണക്കാക്കാം. എന്നാൽ നികുതി ലാഭത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും SWP ആണ് കൂടുതൽ മെച്ചപ്പെട്ടത്. അതായത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനാണ് കൂടുതൽ മെച്ചപ്പെട്ടത്. നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അതിൽ ഒന്ന്, മാസ വരുമാനം മന്ത്ലി ഇൻകം. കൃത്യമായ തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും. ഫ്ലെക്സിബിലിറ്റി, ആവശ്യമുള്ളപ്പോൾ തുക കൂട്ടാനോ കുറയ്ക്കാനോ പിൻവലിക്കൽ നിർത്താനോ സാധിക്കും. നികുതി ലാഭം, നിങ്ങൾ പിൻവലിക്കുന്ന തുകയുടെ ലാഭത്തിന് ക്യാപിറ്റൽ ഗെയിൻ മാത്രം നികുതി നൽകേണ്ടി വരുന്നുള്ളൂ എന്നതിനാൽ ഫിക്സഡ് ഡിപ്പോസിറ്റിനെ അപേക്ഷിച്ച് നികുതി കുറവായിരിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത്, അതായത് മാർക്കറ്റുമായി റിലേറ്റഡ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്ന്, മാർക്കറ്റ് റിസ്ക്. വിപണി വലിയ രീതിയിൽ ഇടിയുന്ന സമയത്ത് കൂടുതൽ യൂണിറ്റുകൾ വിൽക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ നിക്ഷേപത്തെ ബാധിച്ചേക്കാം. എക്സിറ്റ് ലോഡ്. നിക്ഷേപം നടത്തി 1 വർഷത്തിനുള്ളിലാണ് പിൻവലിക്കുന്നതെങ്കിൽ ചിലപ്പോൾ എക്സിറ്റ് ലോഡ് നൽകേണ്ടി വന്നേക്കാം. എങ്ങനെ തുടങ്ങാം എന്ന് നോക്കാം. SWP ചെയ്യുന്നതിനായി മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ പ്രധാന ലക്ഷ്യം നിക്ഷേപിച്ച തുക സുരക്ഷിതമായിരിക്കുക എന്നതും അതിൽ നിന്ന് സ്ഥിരമായ വരുമാനം ലഭിക്കുക എന്നതുമാണ്. അതിനാൽ വിപണിയിലെ വലിയ മാറ്റങ്ങൾ ബാധിക്കാത്ത ഫണ്ടുകളെയാണ് ഇതിനായി തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം ഏതൊക്കെ ഫണ്ടുകളാണെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. അനുയോജ്യമായ ഫണ്ടുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഒന്ന്, ഹൈബ്രിഡ് ഫണ്ടുകൾ. ഓഹരിയിലും കടപ്പത്രങ്ങളിലും അതായത് ഡെപ്റ്റിലും ഒരേപോലെ നിക്ഷേപിക്കുന്ന ഫണ്ടുകളാണ് ഹൈബ്രിഡ് ഫണ്ടുകൾ. ഓഹരിയിലും കടപ്പത്രങ്ങളിലും നിക്ഷേപിക്കുന്ന ഫണ്ടുകളാണ് ഹൈബ്രിഡ് ഫണ്ടുകൾ. ഒരുപോലെ നിക്ഷേപിക്കുന്ന ഫണ്ടുകളാണ് ഹൈബ്രിഡ് ഫണ്ടുകൾ. ഓഹരി വിപണി താഴേക്ക് പോയാലും ഡെപ്റ്റ് നിക്ഷേപങ്ങൾ അതായത് കടപ്പത്രങ്ങളിലെ നിക്ഷേപങ്ങൾ ഒരു പരിരക്ഷ നൽകുന്നു. കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ടുകൾ. ഇതിൽ 75% മുതൽ 90% വരെ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളിലായിരിക്കും നിക്ഷേപം. അതുകൊണ്ട് തന്നെ നഷ്ടസാധ്യത കുറവാണ്. സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ പദ്ധതിയാണിത്. ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്. വിപണിയുടെ അവസ്ഥ അനുസരിച്ച് ഫണ്ട് മാനേജർമാർ ഓഹരികളുടെയും കടപ്പത്രങ്ങളുടെയും അളവ് മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്. ലിക്വിഡ് അല്ലെങ്കിൽ അൾട്രാ ഷോർട്ട് ടേം ഫണ്ടുകൾ. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ റിസ്ക് മാത്രമേ എടുക്കാൻ സാധിക്കൂവെങ്കിൽ ഈ വിഭാഗം തിരഞ്ഞെടുക്കാം.
സേവിങ്സ് അക്കൗണ്ടിനേക്കാൾ അല്പം കൂടിയ മെച്ചപ്പെട്ട ലാഭം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. വലിയ ലാഭത്തേക്കാൾ തുകയുടെ സുരക്ഷിതത്വമാണ് വലിയ ലാഭത്തേക്കാൾ തുകയുടെ സുരക്ഷിതത്വം മുൻഗണന നൽകുന്നവർക്ക് ഈ ഫണ്ടുകൾ അനുയോജ്യമാണ്. ഇക്വിറ്റി സേവിങ്സ് ഫണ്ടുകൾ, ഇതൊരു ടാക്സ് സേവിങ് ഫണ്ടും കൂടെയാണ്. ഇതിൽ ഓഹരികൾ, കടപ്പത്രങ്ങൾ, ആർബിട്രേജ് എന്നിവയുടെ മിശ്രിതമാണ് ഈ ഫണ്ടുകൾ ഇതിലുള്ളത്. മിതമായ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് നോക്കാവുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നിക്ഷേപ കാലയളവ് വെച്ചാണ് നമ്മൾ ഫണ്ടുകൾ തിരഞ്ഞെടുക്കേണ്ടത്. കുറഞ്ഞത് 3 മുതൽ 5 വർഷം വരെ എങ്കിലും നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം ഹൈബ്രിഡ് ഫണ്ടുകൾ തിരഞ്ഞെടുക്കുക. പിൻവലിക്കൽ തുക, വിഡ്രോവൽ റേറ്റ്. സാധാരണയായി നിങ്ങളുടെ മൊത്തം നിക്ഷേപത്തിൻ്റെ 7 മുതൽ 10% വരെ മാത്രം വാർഷികമായി പിൻവലിക്കാൻ ശ്രദ്ധിക്കുക. അതായത് 10% മാത്രം പിൻവലിക്കാൻ, 7 മുതൽ 10% മാത്രം വാർഷിക നിരക്കിൽ പിൻവലിക്കാൻ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ 10 ലക്ഷം രൂപ നിക്ഷേപിച്ചു എന്ന് വിചാരിക്കുക. അതായത് ഒരു വർഷം നിങ്ങൾ പിൻവലിക്കുന്നത് 10% എങ്കിൽ ഒരു വർഷം പിൻവലിക്കുന്ന തുക 1 ലക്ഷം രൂപ. അപ്പം മാസം ഏകദേശം 8334 രൂപയാണ് പിൻവലിക്കുന്നത്. ഇങ്ങനെ പിൻവലിക്കുന്നത് കൊണ്ട് ഇത് ഫണ്ട് നമുക്ക് 12% റിട്ടേൺസ് തരുന്നുവെങ്കിൽ നിക്ഷേപം ദീർഘകാലം നിലനിൽക്കാൻ സഹായിക്കും. അങ്ങനെയാണെങ്കിൽ 12% വെച്ച് ഇതിൽ റിട്ടേൺ കിട്ടുകയാണെങ്കിൽ 1,20,000 രൂപ 10,20,000 രൂപ നിങ്ങളുടെ ഫണ്ടിൽ വീണ്ടും അവശേഷിക്കും. ടാക്സ് പ്ലാനിംഗ്. ഒരു വർഷത്തിന് ശേഷം തുക പിൻവലിക്കുമ്പോൾ ടാക്സ് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്.